ഹായ് ഫ്രണ്ട്സ്, Newinfo യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. B.Sc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. B.Sc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് വളരെയധികം തൊഴിൽ സാധ്യത നൽകുന്ന ഒന്നാണ്. ഇന്ത്യയിലും പുറത്ത് ഹോട്ടലുകളിൽ മാത്രമല്ല, ആശുപത്രികൾ, വൻകിട വ്യവസായശാലകൾ, ടൂറിസ്റ്റ് സെന്ററുകൾ, എയർലൈൻസ്, ഷിപ്പ്, അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജോലി സാധ്യതയുള്ള ഒന്നാണ് B.Sc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് ടൂറിസം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതിന്റെ കീഴിൽ വരുന്നതാണ്. B.Sc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ 21 ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 28 ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 1, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 25, ഇങ്ങനെ ഏകദേശം 75ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഈ 3 വർഷത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ബിവറേജ് ആൻഡ് സർവീസസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ ആൻഡ് ഹൗസ് കീപ്പിംഗ്, ഇത് മാത്രമല്ല ഹോട്ടൽ അക്കൗണ്ടൻസി, ഫുഡ് സേഫ്റ്റി, ക്വാളിറ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റി പ്ലാനിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ടൂറിസം മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഇവയെക്കുറിച്ചെല്ലാം ഈ കോഴ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. +2ൽ ഏത് വിഷയം എടുത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. നിലവിൽ +2 പഠിക്കുന്നവർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് +2 പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് 30/9/2023 മുമ്പ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇതിന്റെ എൻട്രൻസ് നടത്തുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 2/2/23 മുതൽ 27/4/2023 വൈകുന്നേരം 5 മണി വരെയാണ്. പേയ്മെന്റ് അടയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരം 11:30 വരെ പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, UPI. ഫീ ഡീറ്റെയിൽസ് നോക്കാം. ജനറൽ OBC 1000 രൂപ, ജനറൽ ബാക്ക്വേർഡ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് 700, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്ക് 450, തേർഡ് ജെൻഡർ 450. ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവ തിരുത്തുന്നതിന് 28/4 മുതൽ 30/4 വരെ തെറ്റുകൾ തിരുത്താവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് NTA വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എക്സാം മോഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എക്സാം പാറ്റേൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറേഷൻ 180 മിനിറ്റ്. എക്സാം പാറ്റേൺ താഴെ പറയുന്നതായിരിക്കും. രാവിലെ 9 മണി മുതൽ 12 മണി വരെ. എക്സാം ഡേറ്റ് 14/5-ലാണ്. സീറ്റ് റിസർവേഷനും ഉണ്ടായിരിക്കും. 15% SC ഷെഡ്യൂൾ കാസ്റ്റിന്, 7.5% ഷെഡ്യൂൾ ട്രൈബിന്, 27 സീറ്റ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്, 10% ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ളവർക്ക്. ഇതുകൂടാതെ ഓരോ കാറ്റഗറിയിലും 5% ഭിന്നശേഷി സംവരണവും ഉണ്ടായിരിക്കും. ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഏത് പ്രായക്കാർക്കും അപ്ലൈ ആവുന്നതാണ്. ഇതിൽ ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കേരളത്തിലെയും തൊട്ടടുത്ത തമിഴ്നാട്ടിലെയും സീറ്റുകളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. സീറ്റുകളുടെ എണ്ണം: കോഴിക്കോട് SIHM കോഴിക്കോട്, സ്റ്റേറ്റ് ഗവൺമെന്റ് IHM, അവിടെ 90 സീറ്റുണ്ട്. മൂന്നാർ കാറ്ററിംഗ് കോളേജ് 120 സീറ്റ്. IHM കോവളം 298 സീറ്റ്. വയനാട് ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് 120 സീറ്റ്. തൊട്ടടുത്ത തമിഴ്നാട് ചെന്നൈ IHM, സെൻട്രൽ ഗവൺമെന്റ് IHM 347. തമിഴ്നാട് കാഞ്ചീപുരം SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് 120. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി SIHM തിരുച്ചിറപ്പള്ളി, സ്റ്റേറ്റ് ഗവൺമെന്റ് IHM, അവിടെ 90. 75ഓളം ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. കൂടുതൽ അറിയുന്നതിനായി ഇൻഫർമേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരള എക്സാം സെന്റർ കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ. കോഡാണ് KL12, KL17, KL18. എൻട്രൻസ് എക്സാം പാറ്റേൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 30 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 30 ക്വസ്റ്റ്യൻ, റീസണിംഗ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻ 30 ക്വസ്റ്റ്യൻ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 60 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ടാണ്, കോംപ്രഹെൻഷൻ, ഗ്രാമർ, എക്സെട്ര 50 ക്വസ്റ്റ്യൻ, ആപ്റ്റിറ്റ്യൂഡ് ഫോർ സർവീസ് 50 ക്വസ്റ്റ്യൻ ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ടോട്ടൽ 200 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 3 മണിക്കൂർ ടൈമുമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ്, ഹിന്ദി. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക്. ആൻസർ തെറ്റാണെങ്കിൽ 4-1 മൈനസ് ആവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത്? ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ. ഫോട്ടോഗ്രാഫ് 10 KB 200 KBക്കുള്ളിൽ വരേണ്ടതാണ്. സിഗ്നേച്ചർ 4 KB 30 KBക്കുള്ളിൽ വരേണ്ടതാണ്. ഇതുകൂടാതെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ അതെല്ലാം 10 KB 300 KBക്കുള്ളിൽ PDF ആയി സ്കാൻ ചെയ്യേണ്ടതുമാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഏതെങ്കിലും ഒരു ID കാർഡ് ഇത്രയും വേണ്ടതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. nchmjee.nta.nic.in ഈ വരുന്ന വിൻഡോയിൽ ഇവയെക്കുറിച്ച് അറിയുന്നതിന് പബ്ലിക് നോട്ടീസ് ഫോർ NCHM Jee അത് ക്ലിക്ക് ചെയ്താൽ ഇൻഫർമേഷൻ ബുള്ളറ്റ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ NCHM അത് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോർ NCHM അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം
ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് ഇവ കൊടുത്ത് ലോഗിൻ ചെയ്യാം. പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതെല്ലാം വായിക്കുക. ഐ ഹാവ് ഡൗൺലോഡ് ആ ബോക്സ് ടിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് നെയിം, സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നെയിം ആ രീതിയിൽ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. മദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഏതാണോ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൺട്രി സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക. ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഈ കൊടുത്ത അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടർ ഉണ്ടാവണം. അതിൽ ന്യൂമറിക്കൽ, ഒരു എംബ്ലം, ഒരു ക്യാപിറ്റൽ, ഒരു സ്മാൾ ലെറ്റർ. കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക. അതിൻ്റെ ആൻസർ കൊടുക്കുക. ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ആ വരുന്ന വിൻഡോ ക്ലോസ് ചെയ്യുക. ഇതെല്ലാം ശരിയാണെന്ന് നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം അതിലേക്ക് പോകാവുന്നതാണ്. ഇതെല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഓരോ ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക. മൈ നെയിം, ഐ എഗ്രി. അതിനുശേഷം ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP. രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്കും മെയിലിലേക്കും OTP വരുന്നതായിരിക്കും. യെസ് കൊടുക്കുക. കൊടുത്ത മൊബൈലിൽ OTP വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം. മൊബൈലിൽ വന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്. അത് എഴുതി വയ്ക്കേണ്ടതാണ്. അടുത്ത ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് ആണ്. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്യുക. നാഷണാലിറ്റി, സ്റ്റേറ്റ്, കാറ്റഗറി. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ആനുവൽ ഫാമിലി ഇൻകം കൊടുക്കുക. കാശ്മീരി മൈഗ്രേറ്റ് ആണ് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. +2 പഠിച്ച സ്കൂൾ, സിറ്റി, ടൗൺ ഏതാണോ അത് കൊടുക്കുക. ഇംഗ്ലീഷ് +2 ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടല്ലോ അത് യെസ് കൊടുക്കുക. ഏത് സ്കൂളിലാണോ പഠിച്ചത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുത്താൽ യെസ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ഇവിടെ കാണിക്കുന്നതായിരിക്കും. എക്സാമിനേഷന് ആധാർ ഡീറ്റെയിൽ ഷെയർ ചെയ്യണമെങ്കിൽ യെസ് കൊടുക്കുക. കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനും ആധാർ ഡീറ്റെയിലും ശരിയല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബോക്സ് ടിക്ക് ചെയ്യുക. ഐ ആം നോട്ട് വില്ലിംഗ് ടു ഷെയർ മൈ ആധാർ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുക. ഐ കൺഫേം ആ ബോക്സ് ടിക്ക് ചെയ്യുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ. ചോയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ചോയ്സ് എവിടെയാണോ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ചോയ്സ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തേർഡ് ചോയ്സ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. 4 ചോയ്സ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. കേരളത്തിൽ 3 സെൻറ്ററുകളേ ഉള്ളൂ. അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു സെൻറ്റർ കൂടെ കൊടുക്കാം. ഫാദേഴ്സ് ഒക്കുപ്പേഷൻ കൊടുക്കുക. ഫാദേഴ്സ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് കൊടുക്കുക. മദേഴ്സ് ഒക്കുപ്പേഷൻ കൊടുക്കുക. മദർ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. 10th പാസ്സായ കൊടുക്കുക. പാസ്സായ വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് എക്സാമിനേഷൻ 10th ഓർ ഇക്വലൻ്റ് കൊടുക്കുക. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ അത് കൊടുക്കുക. പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ്, ഗ്രേഡ് ആണെങ്കിൽ ഗ്രേഡ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി അത് കൊടുക്കുക. +2 പാസ്സാണെങ്കിൽ പാസ് എടുന്ന് കൊടുക്കുക. ഇപ്പോൾ +2 പഠിക്കുന്നവരാണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. പാസ്സായ വർഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം ഓഫ് എക്സാമിനേഷൻ 12th. ബോർഡ് ഏതാണോ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കുക. ടോട്ടൽ എത്ര മാർക്കിനാണോ അത് കൊടുക്കുക. കിട്ടിയ മാർക്ക് കൊടുക്കുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. ഇനി ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഒറിജിനൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് അത് ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിൽ ഓരോ ഫയലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത ഫയൽ കാണണമെങ്കിൽ അപ്ലോഡഡ് ഡോക്യുമെൻറ്റ് അത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഫയൽ കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഈ രീതിയിൽ ഓരോന്നും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. പേയ്മെൻറ്റ് കഴിയുമ്പോൾ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.